ഒരു റീല് ഞാൻ കണ്ട് കുറേ പേര് എന്നെ ടാഗൊക്കെ ചെയ്യാനുണ്ട്. ഈ ഫോൺ കൊള്ളൂല, ഇത് പൊട്ടയാണ്, നത്തിങ് നീ എന്നൊക്കെ പറഞ്ഞ്. എനിക്ക് ആകെ പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യം എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, എന്നെ ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ മാന്തും. നമ്മളെ ചൊറിയാൻ വന്നാൽ നമ്മൾ ഏറി മാന്തും. കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ ഒരു റീല് ഞാൻ കണ്ട് കുറേ പേര് എന്നെ ടാഗൊക്കെ ചെയ്യാനുണ്ട്. തീർക്കാൻ പറ്റുമെങ്കിൽ തീർക്കടാ. ഈ ഫോൺ കൊള്ളൂല, ഇത് പൊട്ടയാണ്, നത്തിങ് നീ എന്നൊക്കെ പറഞ്ഞ്. നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി. ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. ഞാൻ റിവ്യൂ ചെയ്യില്ല ഇനി നത്തിങ്ങിന്റെ ഫോണുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഞാൻ പറയില്ല കേട്ടോ. ആഞ്ജനേയ സ്വാമി. കാരണം ഞാൻ ചെയ്തില്ലെങ്കിൽ അപ്പുറത്ത് 1000 പേര് ചെയ്യാൻ വേണ്ടി റേഡ് നിങ്ങളുടെ ചെയ്യുകയും ചെയ്യും. നിങ്ങൾ കാണുകയും ചെയ്യും. പൊട്ടന്മാര്. നല്ലതും മോശവും കവറാകുമ്പോഴാണ് നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ പറ്റുള്ളൂ. സോ അതാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ പറഞ്ഞ രീതിയിലുള്ള ആക്ഷേപ പരിപാടിയല്ല ഉദ്ദേശിച്ചത്. സൂര്യ വേണ്ടടാ, നമ്മുടെ ലൈഫിന്റെ പ്രശ്നോടാ. നമ്മുടെ അല്ല, എന്റെ. അതിൽ നീ ഇടപെടണ്ട. എനിക്ക് ആകെ പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, എന്നെ ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ മാന്തും. നമ്മളായിട്ട് ആരുടെ നെഞ്ചത്തേക്ക് കയറാറില്ല സാറേ. എനിക്ക് അൺനെസസറി ആയിട്ടുള്ള ഡ്രാമയും ഈ പറയുന്ന ഇതൊന്നും എനിക്ക് താല്പര്യം. ഒന്നാമത്തെ കാര്യം, ടെക് ലോകത്തിലോട്ട് എനിക്കത് കൊണ്ടുവരാൻ യാതൊരു താല്പര്യവുമില്ല. ഇന്നത്തേക്ക് വേണ്ടാന്ന് വെച്ചു. നീയോ? അല്ല, അവൻ. ഈ ബഡ്സിൽ ഗ്രീൻ ലൈൻ വന്നിട്ടുണ്ടോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഈ ബഡ്സിൽ ഗ്രീൻ ലൈൻ വന്നിട്ടുണ്ടോ? അല്ലടാ, ഞാൻ ആ കൊച്ചിന്റെ അടുത്ത് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ, എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ ഫോണുകളുടെ എതിരെയാണ്. അല്ലാതെ എനിക്ക് നിലപാട് പറഞ്ഞാൽ അതൊന്നുമില്ല. ഞാൻ സാംസങ്ങിനെ അങ്ങനെ അതെന്നല്ല പറഞ്ഞത്. സാംസങ്ങിൻ്റെ ബഡ്സൊക്കെ ഞാൻ എന്നും യൂസ് ചെയ്യുന്നൊരു സാധനമാണ്. എന്താ കളി പറയാ? ആളെ പൊട്ടറാക്കുക അല്ല, കുറച്ച് പൊട്ടന്മാരെ ആളാക്കുക. എന്താ വിരോധമുണ്ടോ? അവന്മാരെ ഒന്ന് ഇയർലി കോൺട്രാക്റ്റും മേടിച്ച് വെച്ചിട്ട് കാശും ഉണ്ടാക്കാൻ എനിക്ക് ഇവിടെ പോയ ഒരു പ്രശ്നവും ഇല്ല. പിന്നെന്താ ഞാനിതൊക്കെ ചെയ്യാൻ കാരണം? എന്റെ മനുഷ്യത്വം, വേറെ മനുഷ്യത്വം. മോണിറ്ററി ബെനിഫിറ്റ്സ് നോക്കാൻ പോയിരുന്നെങ്കിൽ ഞാൻ വേറെ ലെവലിൽ നിന്നേനെ. എന്നെ കാര്യമായിട്ടും പറയണേ. നിങ്ങൾ മല്ലയല്ല, മുത്താണ്, മുത്തയ്യ. വിളിക്കണ മല്ലയാക്കി ജയ്, മല്ലയാക്കി. ഇനിയാണ് കളി. ഇനിയാണ് ബാപ്പു കളി വരാൻ പോകുന്നത്. സാംസങ് കാണാനില്ലല്ലേ? എന്താ എന്റെ ഉദ്ദേശം? എന്തൊക്കെയാണ് പുതിയ ഫീച്ചേഴ്സ്? ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 8 Gen 5 ആണ് ഇതിനകത്തിരിക്കുന്നത്. പുതിയ ചിപ്സെറ്റ് ഒക്കെ ഒരു ഫീച്ചറാണ്. ആരെങ്കിലും പുതിയ ഫോൺ പഴയ ചിപ്സെറ്റിൽ ഇറങ്ങൂ? എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? അല്ല, പുതിയ വേറെ ഫീച്ചർ എന്തിനാണ്? പിന്നെ അറിയാലോ, പ്രിവസി ഡിസ്പ്ലേ. പിന്നെ വേറെ എന്തിനാണ് അടുത്ത ഫീച്ചർ? വീഡിയോയിൽ മറ്റേ ഹൊറിസോണ്ടൽ ലോക്ക് വരുന്നുണ്ട്. 30,000 വരെ മാത്രമുള്ള ഫോണിൽ വരെ ഉണ്ട് സാധനം. ബട്ട് വി മെയ്ഡ് ഇറ്റ് ബെറ്റർ. വെറുതെ ചിരിപ്പിക്കരുത്. അതായത് നമ്മളെ പോലത്തുള്ള ബ്രാൻഡുകൾ ഇനി സ്പെക്സ് നോക്കരുത്. എന്റെ ഫോക്കസിന് ഞാൻ സ്പെക്സിൽ നിന്ന് മൊത്തം വിട്ടിട്ട് ഇനി എന്റെ പ്രൈം ഫോക്കസ് പ്രോഫിറ്റ് വരട്ടെ അല്ലേ? യെസ്. അയ്യോ അതല്ല, ആലോചിക്കും തോറും നാണിച്ച് തൊലി പൊളിയുന്നു. സാറിന്റെ പോക്ക് ഇങ്ങോട്ടാണെങ്കിൽ ഉടനെ തന്നെ നാട്ടുകാർ കാലേ വാരി ഒറ്റയാടി അടിക്കും. ഇനി അതൊന്നും കാണിക്കരുതെന്ന് ബോർഡ് പറയാൻ പറഞ്ഞട്ടാ. ഓൾ ദ ബെസ്റ്റ് മോനെ. അങ്ങനെയൊന്നും വരൂല. ഇതെല്ലാം കലങ്ങി തെളിഞ്ഞൊരു സെറ്റ് ആവുമ്പോ നീ എന്നെ വിളിക്കണം കേട്ടോ. ഞാൻ റീത്തുമായിട്ട് വരാം. അപ്പൊ ശരിയടാ.